ഈ അടച്ച കാര്യങ്ങൾ അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ അവിടെ എന്തായാലും കിടക്കും. അപ്പോൾ ഈ TDS കട്ട് ചെയ്ത് ആളുടെ പേരിലുള്ള ഒരു ഡാറ്റ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ അങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇനി ചില NRIസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആകെയുള്ള വരുമാനം ഇന്ത്യയിൽ ഈ ഞാൻ പറഞ്ഞ 1 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 1 ലക്ഷം രൂപയിൽ നിന്ന് 30,000 രൂപ ഓൾറെഡി ഇൻകം ടാക്സിൻ്റെ കയ്യിൽ കിടക്കുകയാണ്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ കണക്ക് ആ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ക് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ 30,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, റീഫണ്ടായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ 30,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സിൻ്റെ കണക്ക് സമർപ്പിച്ച് അത് ഫയൽ ചെയ്യണം എന്നാണ് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ചിട്ടാണ്, മേ ബി അത് ആദ്യമായിട്ട് ആ വീഡിയോ കണ്ടതുകൊണ്ട് പാനിക് ആയതുകൊണ്ടായിരിക്കാം, എന്തായാലും കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി. അപ്പോൾ ഇതേപോലെ NRIs ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതേപോലെ നാട്ടിലും ഒരുപാട് സ്ഥലത്തുനിന്ന് ഇതേപോലെ പല തരത്തിലുള്ള വരുമാനം, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്